നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജുഡീഷ്യൽ നിയമന അധികാരം കൊളീജിയത്തിന് വെച്ച് നൽകിയ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം അത് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ പാർലമെന്റിൽ ശക്തമായി ആ വിഷയം അവതരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഓൾ പാർട്ടീസ് മീറ്റ്, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സമ്മേളനം ഉൾപ്പെടെ വിളിച്ചു ചേർക്കാനും നിർണായക തീരുമാനമെടുക്കാനും അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. ഒരുപക്ഷെ BJPക്ക് ഇത് വലിയ രീതിയിലുള്ള ഒരു കല്ലുകടിയായി മാറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. കാരണം BJPക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ. അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ കൈയോടെ പിടികൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും കരിഞ്ഞ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനാത്മകമായ നടപടിയാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷൻ എടുത്തത്. അല്ലെങ്കിലും ഇങ്ങോട്ടേക്ക് നിങ്ങൾ എന്തിനാണ് പറഞ്ഞയച്ചത് എന്ന രീതിയിലാണ് ബാർ അസോസിയേഷൻ കൃത്യമായും സുപ്രീം കോടതിയോട് ചോദിക്കുന്നത്. സുപ്രീം കോടതി അപ്പോയിൻ്റ് ചെയ്ത കൊളീജിയമാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയത്. എന്നാൽ അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അദ്ദേഹം അവിടെ സ്ഥാനാരോഹിതനാകാൻ സമ്മതിക്കില്ല എന്നാണ് അലഹബാദ് ബാർ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, 2014 ഓഗസ്റ്റിലെ ഭരണഘടനയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് അന്ന് ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് ആക്ട്, അതായത് കൃത്യമായും സുപ്രീം കോടതി ജഡ്ജിമാരെയും ഹൈക്കോടതി ജഡ്ജിമാരെയും നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം, അതിൽ പാർലമെൻറ്റിന് അധികാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ പാർലമെൻറ്റിന് അങ്ങനെ അധികാരം കൊടുക്കുന്നത് സുപ്രീം കോടതിയുടെയും ജുഡീഷ്യറിയുടെയും സംവിധാനത്തിൽ വെള്ളം ചേർക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഇതിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് രംഗത്ത് വന്നത്. വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് ഈ സാഹചര്യങ്ങളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ചെയ്തതിൻ്റെ ഫലം ഇപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന, അതായത് ജുഡീഷ്യറിയിൽ വരെ അഴിമതി കൃത്യമായി അത് സ്ഫുരിക്കുന്ന തരത്തിലാണ് ഓരോ കാര്യങ്ങളും പുറത്തു വരുന്നത്. പല റിട്ടയേർഡ് ജസ്റ്റിസുമാരും അവർ പേരെടുത്ത് പറയാതെ തന്നെ കൃത്യമായും ജുഡീഷ്യറിയിൽ അഴിമതി നടക്കുന്നുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുകയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തന്നെ പലപ്പോഴായി സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ ചോദ്യം ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ അവർ പുറപ്പെടുവിക്കുന്ന വിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ജസ്റ്റിസ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയാറുണ്ട്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വാഗ്വാദം നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നയ്ക്ക് വലിയ പിന്തുണയാണ് നൽകിയത്. സംഘപരിവാർ ശക്തികൾ അതിശക്തമായി തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ സ്ഥാനത്തു നിന്നും മാറ്റാനും അദ്ദേഹത്തിനെ വലിയ രീതിയിൽ തേജോവധം ചെയ്യാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന വേളയിലാണ് ഇപ്പോൾ വൈസ് പ്രസിഡന്റായ ജഗദീപ് ധൻഖറുടെ ഈ അസാധാരണ നടപടി BJPക്ക് കുറിക്ക് കൊള്ളുന്നത് പോലെയാകുന്നത്. സുപ്രീം കോടതിയുടെ കൊളീജിയമല്ല തീരുമാനിക്കേണ്ടത് കാര്യങ്ങൾ, പാർലമെന്റ് തന്നെയാണ്. പ്രതിപക്ഷമാണെങ്കിൽ അതിന് തയ്യാറുമാണ്, അതായത് കോൺഗ്രസ് അതിന് തയ്യാറാണ് എന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും പറഞ്ഞു. ഇരുവരും ലോക്സഭയിലെയും രാജ്യസഭയിലെയും അതാത് സഭകളിലെ പ്രതിപക്ഷ നേതാക്കന്മാരാണ്. അവർ ഉറപ്പു കൊടുത്തു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കും രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറിന് ഉറപ്പു കൊടുത്തു, ഇത്തരത്തിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ പാസ്സാക്കാൻ മുൻപന്തിയിൽ തന്നെ കാണും. എന്നിട്ടെന്തേ BJPക്ക് മിണ്ടാട്ടമില്ലാത്തത്?